ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യു കെ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വമായിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഒരു കാറുകൾ, അങ്ങനത്തെ പഴയ വിൻറ്റേജ് വണ്ടികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൻ ശേഖരമായ ഒരു സ്ഥലത്താണ് ഞാൻ വന്നത്. യു കെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ മ്യൂസിയമാണിത് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഹെയ്ൻസ് മ്യൂസിയം. അപ്പോൾ യു കെയിൽ തന്നെ ലാർജസ്റ്റ് മോട്ടോർ മ്യൂസിയം ആണെന്നാണ് ഇതിൻ്റെ സൈറ്റിലെല്ലാം പറഞ്ഞത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞു. ഒരു വാഹനപ്രേമി എന്ന നിലയ്ക്കും ഒരുപാട് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിത് തീർച്ചയായിട്ടും കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഈ സ്ഥലത്തെപ്പറ്റി അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വന്നൊന്ന് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ മ്യൂസിയമാണ് നിങ്ങളെന്നെ കാണിച്ചു തരുന്നത്. അതിൻ്റെ എൻട്രി ഫീസൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ കയറിയിട്ട് പറയാം. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എടുക്കും. കാരണം എനിക്ക് ഒരുപാട് വണ്ടികളുടെ ഹിസ്റ്ററി അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് ആവുന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇത്രയും വലിയൊരു മ്യൂസിയമാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. ഏകദേശം ഒരു 16 പൗണ്ട് വരും ഒരാൾക്ക്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. അതുതന്നെ സോവനീറൊക്കെ കിട്ടുന്ന ഷോപ്പാണിത്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ തിരക്കൊന്നുമില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ഷോപ്പ് നന്നായിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ ഇത് ആദ്യത്തെ സെക്ഷനാണ്. അപ്പോൾ ഒരുപാട് കാണാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വീഡിയോ മലയാളത്തിൽ എടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടേ കാണാം. നമുക്ക് കയറി കഴിയുമ്പോൾ തന്നെ അവർ ഇങ്ങനെയൊരു പാസ്പോർട്ട് തരും. നമ്മളിപ്പോൾ ദുബായ് എക്സ്പോയിൽ തന്നെ പോലത്തെ ഒരു പാസ്പോർട്ടാണിത്. ചുമ്മാ ഇങ്ങനെയൊക്കെ പിടിക്കാം. പിന്നെ ഇതിൽ നമുക്ക് കയറണമെങ്കിൽ 16 പൗണ്ടാണ് അഡൾട്ടിന്. ചിൽഡ്രൻസിന് ഏകദേശം 5 പൗണ്ടിൻ്റെ അടുത്താണ്. സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ഉണ്ട്. കെയറേഴ്സിൻ്റെ ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ടുകളുണ്ട്. നമ്മൾ നേരിട്ട് വന്ന് നിങ്ങൾ നോക്കുക. ഞങ്ങൾക്ക് 16 പൗണ്ട് പുറത്താണ് ഞങ്ങളിത് എടുത്തത്. പിന്നെ NHS സ്റ്റാഫിന് ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് ഉള്ളവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു പഴയകാലം ഒരുപാട് വണ്ടികളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണണം. ഇപ്പോൾ ഇന്ത്യയുടെ വണ്ടി ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷയിലിരിക്കണം. അപ്പോൾ ഞാൻ തപ്പിയപ്പോൾ നമ്മുടെ അംബാസഡറിനെ പറ്റി ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലേ. അതെ, നമ്മുടെ അംബാസഡറിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. കാണാൻ പറ്റണ്ടോ? ഇതിൽ അപ്പോൾ അവർ ഇതുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു അഭിമാനമാണ്. അതെന്തായാലും നോക്കും. നമ്മുടെ ബുള്ളറ്റ് ഉണ്ടോയെന്ന് നോക്കണം. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത് വളരെ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആണ്. മലയാളത്തിൽ ആരും UK വന്ന് ഇങ്ങനെ ഒരു മ്യൂസിയം കാണിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് റോൾസ് റോയ്സ് ഫാൻ്റാണ് നമ്മൾ കാണുന്നത്. 1930. ഇത് 1930 റോൾസ് റോയ്സ് ഫാൻറ്റം 2. ഇതിൻ്റെ വില അന്ന് 2425 പൗണ്ട്. നാട്ടിലെ 2.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1930 വണ്ടി. ചിന്തിക്കാൻ പറ്റില്ല. റോൾസ് റോയ്സിൻ്റെ വിലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കെച്ച് ചെയ്തെടുക്കാൻ പറ്റും. You want daddy car? Yeah, daddy car. No, it's Jaden's car. Hi, nice. It's Jaden's car. അതൊക്കെ സേറ്റോ പരിപാടിയില്ലേ? എന്തൊക്കെയാണ് ചെയ്തത്? റെഡ് കാറിൻ്റെ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ കിടക്കുന്ന എല്ലാം റെഡ് വണ്ടികളായിരിക്കും. MGയുടെ ഒക്കെ വണ്ടി, ആൽഫ റോമിയോയുടെ ഒക്കെ വണ്ടിയുണ്ടോ, ഫെരാരി, എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ഇത് റെഡ് മയാണ് ഇവിടെ. MGയിലെ പഴയ പല മോഡലുകൾ 1946, 55,
68 ഈ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഞാൻ കാണാറുണ്ട്. ആൽഫ റോമിക്ക് ഇത്ര നല്ല വണ്ടിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ വരെ പുതിയ വണ്ടി ഇപ്പോഴത്തെ വണ്ടി ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ ആയിരക്കണക്കിന് കാറില്ല. റെഡ് കാറ് തന്നെ എന്തൂരം. ഒരു ഗ്യാരേജാണ്, പഴയൊരു വർക്ക്ഷോപ്പ് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടാണ് ഇത്. മോറിസ് മൈനിൻ്റെ അവരുടെ ഒരു ഇതാണ്, മോറിസിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഒരു ഇതാണോ വർക്ക്ഷോപ്പ് എഞ്ചിനും കാര്യങ്ങൾ ചെയ്യണം. അന്നത്തെ കാലത്ത് ഇത് കണ്ടോ, അന്നത്തെ ടെക്നോളജിയിലുള്ളതാണ്. പക്ഷേ ഇവിടെ ഇതും ശേഷമാണ് അതൊക്കെ നോക്കി അന്നത്തെ ആ കാലത്തെ ആ ഒരു സെറ്റപ്പിൽ അവർ എല്ലാം ചെയ്തെടുക്കുന്നതാണ്. അതങ്ങനെ തന്നെ ഇവിടെ ഒരു നിലനിർത്തിയേക്കുമാണ്. കാസ്ട്രോളിൻ്റെ ഒക്കെ ഇതൊക്കെ സൈഡൊന്ന് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് ഇതൊക്കെ നോക്ക്. പിന്നെ കുറേ സാധനങ്ങൾ റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് വെഹിക്കിളാണ്. 1961 ഒരു ടാക്സി പേപ്പർ ആയതാണ്. അന്നത്തെ കാലത്ത് ഇവർക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ആലോചിക്കാൻ എത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു. അതിൻ്റെ വണ്ടിയാണ് ഇപ്പോഴും. ഈ വണ്ടി കൂടെ ഉണ്ട്, RACയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. അവരുടെ ഏറ്റവും പഴയ വണ്ടി ഒന്നായിരുന്നു. അതിൻ്റെ ബാക്ക് അത് തുറക്കാൻ പറ്റില്ല അല്ലേ? ഓസ്റ്റിൻ ഓഫ് ഇംഗ്ലണ്ട്, എൻസോ ഫെരാരി. ഫോർഡ് ആൻഡ് ഫെരാരി എന്നുള്ള സിനിമ കണ്ടാൽ മതി, അതിൽ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫെരാരിയുടെ ഓണറാണല്ലോ. ഫെരാരിയുടെ ഫെരാരി ലംബോർഗിനി ജർമ്മനി അല്ലേ? എന്തായാലും അതിൻ്റെ ഷേപ്പ് കണ്ടോ അല്ലേ? ഒന്നൊന്നര വണ്ടി. ആ സ്പീക്കറൊക്കെ കണ്ടോ ഉള്ളിലെ? ആയിരത്തി 1960 മെല്ലി.
ഏറ്റവും പഴയ റേസിംഗ് കാറുകളെല്ലാം ഉണ്ട്. ആ പഴയ തീം നിലനിർത്തിയതിനുണ്ടോ അവരവിടെ. അതിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു സംഭവം കാണിച്ചു തരാം. ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു വണ്ടി, മേടിക്കാൻ ആഗ്രഹപ്പെട്ടിട്ടുള്ള ഒരു വണ്ടിയാണ് ബെൻസ്. ആ ബെൻസിൻ്റെ ആദ്യത്തെ ബെൻസ് നിർമ്മിച്ച ആദ്യത്തെ വാഹനമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ബെൻസിൻ്റെ ആദ്യത്തെ കാർ അവരാദ്യമായിട്ട് നിർമ്മിച്ച വണ്ടിയിലാണ് ഞാൻ തൊട്ടേക്കുന്നത്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. എനിക്ക് ബെൻസ് വാങ്ങാൻ പറ്റിയിട്ടോ എന്നല്ല, പക്ഷേ ഇതെൻ്റെ ഒരു വലിയൊരു അഭിമാനമായിട്ട് ഞാൻ തോന്നുന്നു. ആ വാഹനത്തിൽ ഞാൻ തൊട്ടിരിക്കുന്നു. ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിച്ച ബെൻസിൽ ഞാൻ തൊട്ടു. എൻ്റെ മുഖത്ത് സന്തോഷം നിങ്ങൾ നോക്കും. ആ പരസ്യമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ഡിസ്പ്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് നിർമ്മിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരാണ് ബെൻസ് നിർമ്മിച്ചതെന്നുള്ളത്. ഈ പരസ്യം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരസ്യം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. എൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് ഒന്ന് കാണാം. എൻ്റെ പൊന്നും, അപ്പോൾ ഇത് ഞാനങ്ങനെ എനിക്ക് മലയാളത്തിൽ അങ്ങനെ ആരും ഈ ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നു. ഇതിൻ്റെ ഈ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഈ പരസ്യം നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല പരസ്യമായിട്ട് കിട്ടും. പരസ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഞാൻ എല്ലാ കാറിൻ്റെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് കണ്ടു തീരാനും എന്താ പറയുക, ഒരു വാഹന പ്രേമിക്ക് തീർച്ചയായിട്ടും വരുന്നതും ഒരു വണ്ടി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു വണ്ടിപ്രാന്തനായിട്ടുള്ള ഒരാൾക്ക് ഇവിടെ കണ്ടിരിക്കേണ്ട ഒരുപാട് കാണാനുണ്ട്. ഇവിടെ അത്രയ്ക്ക് ഒരുപാട് കാണാമെന്ന് വെച്ചാൽ നമുക്ക് കണ്ട് നമുക്ക് എന്താ മടുത്തു പോകും വണ്ടി. എന്ന് വെച്ചാൽ അത്രമാത്രം നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വണ്ടികൾ ഉൾപ്പെടെ എല്ലാ വണ്ടികളും ഇവിടെയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എനിക്ക് ഇത് ഏതൊക്കെ വണ്ടിയാണെന്ന് പറയാനുള്ള, ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ വാഹനം നമ്മുടെ ഒരു അംബാസഡർ ഇവിടെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഇന്ത്യൻ നിർമ്മിതമായ ഒരു വണ്ടി പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേറൊരു വാഹനമുണ്ട്, അത് നമ്മുടെ വില്ലീസ് ജീപ്പ്. നിങ്ങൾക്ക് ചെറിയൊരു കാർ ആംബുലൻസ് കാണിച്ചു തരാം. ഓക്കെ, കാർ ആംബുലൻസ്. ഇത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. ഓ എന്താ സെറ്റപ്പ് എന്ന് നോക്കി. അതിൻ്റെ വലിപ്പം കണ്ടോ, ശരിക്കും ഒരു മിനി വാനേക്കാളും വലിപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോകും. എനിക്ക് ഈ കാറിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നിർണയം സിനിമയിൽ ആ വില്ലൻ, ലാലേട്ടൻ്റെ നിർണയ സിനിമയിൽ ആ വില്ലൻ വരില്ലേ, ആ വില്ലൻ തന്നെ കാറ് പോലെയുണ്ട്. ആംബുലൻസിൻ്റെ വീഡിയോ അവർ അവിടെ കാണിക്കാൻ പ്രൊജക്ടറിൽ. ഇതൊരു കാഡിലാക്ക് കമ്പനിയുടെ പഴയ മോഡൽ വണ്ടിയാണ്. കാഡിലാക്ക് കമ്പനി നമ്മുടെ നാട്ടിൽ വലിയ ഫേമസ് അല്ല, പക്ഷേ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വണ്ടി കാറുണ്ടാക്കുന്ന ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വണ്ടിയിലെ
ഞാൻ മേടിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണിത്, വില്ലീസ്. ഇതുപോലത്തെ ഒരു ജീപ്പ് വാങ്ങണം. വില്ലീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനവും ഇതാണ്. ഇങ്ങനത്തെ മോഡലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. കാറിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹം, എനിക്ക് ഒരുപാട് കൊതി തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഒരുപാട് ടോയ് ഉണ്ട് എൻ്റെ കയ്യിൽ വീട്ടിൽ. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ വണ്ടി ഇഷ്ടമായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ വണ്ടി ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ടാണ് പ്രൊജക്ടർ വെച്ച് വീഡിയോ കാണിച്ചാണ് 2 വണ്ടികൾ, ഒന്ന് ആ കാർ ആംബുലൻസും ഈ വില്ലീസിൻ്റെ മാത്രമാണ് ഇവിടെ പ്രൊജക്ടർ വെച്ചൊരു വീഡിയോ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ മനസ്സിലായില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വണ്ടി വളരെ ഇമ്പോർട്ടൻ്റ്, ഈ വണ്ടിക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. മോട്ടോർ ബൈക്കിൻ്റെ സെക്ഷനിൻ്റെ മേളിലാണ്. നമുക്ക് അവിടെയും ജസ്റ്റ് ഒന്ന് കയറാം. ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശരിയാട്ടോ. ബൈക്കിൻ്റെ സെക്ഷനായിട്ട് ഇതൊക്കെ, മോട്ടോർ ബൈക്കിൻ്റെ വന്ന് സ്പോർട്സ് ബൈക്കുകളൊക്കെ നോക്കി കിറ്റിലും സാധനങ്ങൾ, പോലീസ് ഐറ്റങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ റോയൽ എൻഫീൽഡിങ്ങിൽ ഉണ്ടാവണേ ദൈവമേ. ഇവിടെ ഒരു റോയൽ എൻഫീൽഡിങ്ങിൽ ഉണ്ടായാൽ മതിയായിരുന്നു, ഞാനത് തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു റോയൽ എൻഫീൽഡ് പോലും ഇല്ല. അയ്യോ, നാണക്കേടായല്ലോ. ഉണ്ട്, കിട്ടി റോയൽ എൻഫീൽഡ്. ഇത് നമ്മുടെ പുതിയ മോഡലുണ്ട്, എൻ്റെ GT, കോണ്ടിനെൻ്റൽ GT. അതിൻ്റെ ഇതാ പഴയ സാധനം, അത് 1962 മോഡലത്. വെൽക്കം ടു സിറ്റ് ഓൺ ദിസ്. ആ ചെറിയ വണ്ടിയാണ് TV കാണുന്നത് അല്ലേ. ഇതിന്റെ വലിപ്പം കണ്ടോ, ട്രക്കിന്റെ വലിപ്പം എത്തില്ല. റെക്സോണ മാർട്ടിനി ജെയിംസ് ബോണ്ടിന്റെ സാധനം മാർട്ടിനി. അപ്പോൾ 2003 ആക്സിഡൻറ്റിൽ തകർന്ന വണ്ടിയത്. 2013 ആക്സിഡൻറ്റിൽ തകർന്നതാണ്, ആ റേസിങ് ആക്സിഡൻറ്റിലൊക്കെ. ഉണ്ടാക്കി വെച്ചേക്കണ ആ റേസിന്റെ സൗണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എന്താ ഫീലിംഗ് എന്നറിയാം നമുക്കിങ്ങനെ കേൾക്കാം. TV-യിൽ മാത്രം കണ്ടിട്ടുള്ള സാധനം ഞാൻ നേരിട്ട് എനിക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റി. എന്തായാലും ഇത് UK-യിലെ തന്നെ ഏറ്റവും വലിയൊരു മ്യൂസിയം തന്നെയാണിത്. അത്രയും കാണാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. നമുക്ക് കുറേ സമയം ചിലവഴിച്ചാൽ മാത്രമാണ് ഇത് കണ്ട് തീരത്തുള്ളൂ. തീർച്ചയായിട്ടും UK-യിലെല്ലാവരും വന്ന് കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. അത്രയ്ക്ക് സത്യപ്പെട്ടു, അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവരെല്ലാം ചെയ്തു വെച്ചത്. ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഇപ്പോൾ വെതർ
വർഷം ആയതുകൊണ്ട് പുറത്ത് നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പിള്ളേർക്ക്. നമുക്ക് ഈ ഉള്ളിൽ തന്നെ കാണാൻ തന്നെ ഒരുപാട് സമയങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2-2.5 മണിക്കൂറായി. പക്ഷേ സമയം പോയത് അറിഞ്ഞില്ല. അത്രയ്ക്ക് കാണാനുണ്ട്. ഇത് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് കാണാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വണ്ടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വണ്ടിയല്ലാണ്ട് ഞാൻ പറയാം, അതിന് മുമ്പ് കാണിച്ചില്ല. നമ്മൾ അവസാനത്തെ സെക്ഷൻ്റെ ഭാഗത്തേക്കാണ് വന്നേക്കുന്നത്. ഇനി ഇവിടെയെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ കാണാൻ വേണ്ടിയായിരിക്കും. അവർ ആ ഫോട്ടോയിൽ കാണിച്ചത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാനതിന് നോക്കാണ്ടത്. നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ബജാജിൻ്റെ ഓട്ടോറിക്ഷ ഇത് എത്രയിലാണ്? 1994. അങ്ങനെ നമ്മുടെ ബജാജിൻ്റെ ഓട്ടോറിക്ഷ ക്ലിയറായിപ്പോയില്ലേ? അപ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് നേരം തപ്പി നടന്ന് നമ്മുടെ സ്വന്തം മറ്റേ നമ്മുടെ സ്വന്തം അംബാസഡർ, അങ്ങനെ UK നമ്മുടെ അത് ലോകത്തിൽ തന്നെ അല്ല, സോറി UK തന്നെ ഏറ്റവും വലിയ മ്യൂസിയത്തിൽ നമ്മുടെ സ്വന്തം അംബാസഡർ ഇരിക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. എൻ്റെ ശരിക്കും ഒരു മറ്റേ ഇവിടെ പോയതുണ്ട്, കൊൽക്കത്തയിൽ പോയ ഒരു അംബാസഡറിൻ്റെ ഉൾവശം കാണുന്നത് തന്നെയാണ്. അതെനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കണേ. ഇവിടുത്തെ ബാക്കി എല്ലാ വണ്ടിയൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി പോലെ ആക്കി വെച്ചാണ്. ഇത് ഇങ്ങനെ വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഇത് 1992 മോഡലാണിത്. ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കൊൽക്കത്ത സ്ഥലം കറക്റ്റായിട്ട്. അതിൻ്റെ വില നോക്കി. അപ്പോൾ നമ്മുടെ അംബാസഡർ ഇവിടെ വന്നു. ഞാനത് നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു, കാരണം അത് കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് കണ്ടു, നമ്മുടെ ഓട്ടോറിക്ഷ. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ് നമ്മുടെ ബജാജ് ഓട്ടോറിക്ഷ, നമ്മുടെ അംബാസഡർ. ഒരു ഇന്ത്യക്കാരൻ രീതിയിൽ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ തീരാൻ പോകുന്ന സെക്ഷനിലേക്കാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ, പിന്നെ നേരെ എക്സിറ്റാണ്. ഇതൊക്കെ നമ്മുടെ ഞങ്ങൾ താമസിച്ച ഷർബോണിൽ, അതായത് ഡോർസെറ്റിലൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ ഇപ്പോഴും റണ്ണിങ് ആയിട്ട് ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആ ലാൻഡ് റോവറിൻ്റെ ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിയല്ലേ, ഒരു ബസ്സിൻ്റെ വലിപ്പമുണ്ട്. ആ എൻ്റെ പൊന്നോ, ഒരു വണ്ടിയുടെ വലിപ്പമാണ്, ഒരു കാറിൻ്റെ വലിപ്പമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇൻറ്റീരിയൽ എങ്ങനെയുണ്ട് നോക്കട്ടെ. നമ്മുടെ ഫിയറ്റ് പോലത്തെ ഒരു വണ്ടി. എന്താണിത്? നോക്കിയേ, 369 പൗണ്ട്. സോറി, Watch your head. ചേച്ചി ഫോട്ടോ എടുത്ത് കൊടുക്കോ, ഞാൻ വീഡിയോ എടുക്കാം. നാല് ഗിയർ. ഇവിടെ ഗിയർ, ഇതിന്റെ ഗിയർ സെക്ഷൻ കണ്ടു. ഓക്കെ ജോർഡൻ, ഓക്കെ ഫിനിഷ്. ഞാൻ താങ്ക് പറഞ്ഞിട്ടുണ്ടേ, ഇതിന് ഇറങ്ങാനാണ് പാട്. Thank you so much. So do you know when this car was on the road, Mum and Dad are sitting in the front and you sit in the back. Ready? Yeah, keep going. Carry on. On this side.
Don't stop. Bit more, bit more, bit more. Bit more. Well done. Thank you. ക്യാബിൻ സ്കൂട്ടറാണ്. സ്കൂട്ടറാണല്ലേ? ജർമ്മനിയിലുണ്ടാക്കിയേ. അന്നേരിച്ച വില 339 പൗണ്ട്. ഇതിൻ്റെ സ്റ്റിയറിങ് എന്നാണ് അകത്ത് സ്റ്റിയറിങ് എന്നറിയാം. ബൈക്ക് It's a handle. ഈ വീഡിയോ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഞങ്ങൾക്ക് ഈ സ്ഥലം അറിയില്ലായിരുന്നു. കുറച്ച് ദിവസം മുമ്പാണ് ഈ ഇങ്ങനത്തെ ഒരു മ്യൂസിയത്തിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വന്ന കാരണം ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്ര അടിപൊളിയാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വണ്ടികളെ ഞാനിവിടെ കാണാൻ പറ്റി. നമുക്ക് ആ വണ്ടികളിലൊക്കെ തൊടാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ്. ഇതിൻ്റെയൊക്കെ ഒരു ടോയ് കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കിടക്കുന്ന ഇതിൻ്റെയൊക്കെ ടോയ് കാർ ഈ കയറി എന്നോർത്തെ കണ്ടു. ആ വണ്ടിയൊക്കെ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണിത്. ഇത് ഡോർസെറ്റ് കൗണ്ടിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ഈ അങ്ങോട്ട് തന്നെ നോക്കുക. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകാമെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് കാണാനുണ്ട് ഇവിടെ, അത്രയ്ക്ക്. പിന്നെ ഞാനിനി വേറെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ നമ്മൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ നമുക്ക് പറയാമല്ലോ. എല്ലാ ഡീറ്റെയിലും അവർ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന വാഹനം ഏതാണ്, അവർക്ക് അറിയേണ്ട വാഹനങ്ങൾ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അവർ നോക്കി പറയാം. കുറച്ച് കാര്യങ്ങൾ ലോകത്ത് ആദ്യത്തെ തന്നെ ബെൻസ് നിങ്ങളെ കാണിച്ചു തരാൻ എന്നെക്കൊണ്ട് സാധിച്ചു. അതേ ഒരു മലയാളിയായ ഞാൻ ഇത് പറയാനും എനിക്ക് വലിയ സംഭവം ഒരു അത്ഭുതമായിട്ട് തോന്നി. അത് കാണാനുള്ള യോഗം എനിക്കുണ്ടായി. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റി. അതിവിടെ വന്നുകൊണ്ടാണ്. ലോകത്ത് ആദ്യത്തെ ബെൻസ് ഞാൻ നേരിട്ട് കണ്ടു. അതിൻ്റെ പരസ്യം ടി വിയിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാൻ എനിക്ക് പറ്റിയില്ല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഈ വാഹനമാണോ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നല്ല, എല്ലാ വാഹനവും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ മേടിക്കാൻ ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ച് വന്നിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.